നമസ്കാരം. നമ്മുടെ ഡോക്ടറിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഡോക്ടർ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഫിസിക്കൽ മെഡിസിനും പുനരധിവാസവും എന്ന വിഷയമാണ്. ഈ വിഷയത്തിൽ നമ്മളൊപ്പം സംസാരിക്കുവാനായി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗം കൺസൾട്ടൻറ്റ് ഡോക്ടർ നൗഫൽ അലിയാണ് ചേരുന്നത്. ഡോക്ടർ, നമ്മുടെ ഡോക്ടറിലേക്ക് സ്വാഗതം. താങ്ക് യു. ആദ്യം തന്നെ നമ്മളെപ്പോഴും ഈ ഹോസ്പിറ്റലുകളിലൊക്കെ വരുമ്പോൾ ഈ ബോർഡ് ഭയങ്കരമായി കാണാറുണ്ട്, ഈ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. എന്താണ് ശരിക്കും ഇത് ഉദ്ദേശിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ താരതമ്യേന പുതിയ ഒരു മെഡിക്കൽ ശാഖയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഈ ഒരു മേഖലയെക്കുറിച്ചുണ്ട്. ഈ പേരിൽ തന്നെ തുടങ്ങുന്നു. കാരണം ഫിസിക്കൽ മെഡിസിൻ എന്നുള്ള വാക്ക് ഈക്വൽ ടു ഫിസിയോതെറാപ്പി എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ആൾക്കാർ കാണുന്നത്. യഥാർത്ഥത്തിൽ ഫിസിക്കൽ മെഡിസിൻ എന്നുള്ള വാക്ക് വരാൻ കാരണം നമ്മൾ ഫിസിക്കൽ ഏജൻസ് ഉപയോഗിച്ച് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്. അൾട്രാസൗണ്ട്, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, അങ്ങനെ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഈ എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് ചൂടോ തണുപ്പോ കൊടുത്തുകൊണ്ട് നമ്മുടെ മസിലിൻ്റെ ഇഞ്ചുറീസിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള ഫിസിക്കൽ ഏജൻസ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഫിസിക്കൽ മെഡിസിൻ എന്നുള്ള പേര് വരാൻ കാരണം. റീഹാബിലിറ്റേഷൻ അത് രണ്ടാമത്തെ ഭാഗം. റീഹാബിലിറ്റേഷൻ ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും പരിചിതമായൊരു വാക്കായിരിക്കും. 2018 മഹാപ്രളയത്തിന് ശേഷം നമ്മുടെ നാടിനെ തിരിച്ച് പുനരധിവസിപ്പിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കൈകോർത്ത് മുന്നോട്ട് പോകുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് അതേ സെയിം അർത്ഥം തന്നെയാണ് ഈ റീഹാബിലിറ്റേഷൻ എന്നുള്ള ഈ വാക്കിനുള്ളത്. നമ്മുടെ അവരുടെ ജീവിതത്തിനിടയിൽ എപ്പോഴെങ്കിലും കയ്യോ കാലോ അനക്കാനുള്ള ആ ഒരു ശേഷി നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ കൈകാലുകൾ തന്നെ നഷ്ടപ്പെട്ട ആൾക്കാരെ തിരിച്ച് സമൂഹത്തിലേക്ക് എങ്ങനെ എത്തിക്കാം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങൾ വേറെ ഒരാളുടെ സഹായമില്ലാതെ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ച് അതിന് ആവശ്യമായ ചികിത്സാ രീതികൾ മുന്നോട്ട് വെക്കുന്ന ഒരു റീഹാബിലിറ്റേഷൻ ആണ്. നമ്മൾ ഫിസിയാട്രി എന്നാണ് ഇതിന് പറയുക. മറ്റൊരു വാക്ക് ഫിസിയാട്രി എന്നാണ്. ബേസിക്കലി ഞാനൊരു ഫിസിയാട്രിസ്റ്റാണ്. അപ്പോൾ റീഹാബിലിറ്റേഷനിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ പേഷ്യൻ്റ് അദ്ദേഹത്തിൻ്റെ റൂമിൽ ഒറ്റപ്പെട്ട് കിടക്കാൻ പാടില്ല. അദ്ദേഹത്തിന് സ്വന്തം കാര്യം എല്ലാം ചെയ്യാൻ കഴിയണം. അതിനോടൊപ്പം സമൂഹത്തിലെ കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് തൻ്റെ ഒരു പങ്ക് വഹിക്കാൻ കഴിയണം. അതിന് ഒരുപാട് മെഡിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ബ്രെയിൻ ഇഞ്ചുറി, ഫോർ എക്സാമ്പിൾ ബ്രെയിൻ ഇഞ്ചുറി ആണെങ്കിൽ ബ്രെയിനിൽ പണ്ട് നമ്മൾ വിചാരിച്ചിരുന്നത് ബ്രെയിൻ ഇഞ്ചുറി വന്നാൽ കഴിഞ്ഞു, അദ്ദേഹം മൂലം കിടക്കേണ്ട ഒരു മനുഷ്യനാണെന്നുള്ള രീതിയിലാണ് നമ്മൾ പണ്ട് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി അഥവാ നാഡീ വ്യവസ്ഥയ്ക്ക് മാറാനുള്ള കഴിവുണ്ടെന്ന് നമ്മൾ ഇന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതിനുള്ള ഒരുപാട് മെഡിക്കേഷൻസ് ഉണ്ട്. അമാൻറ്റിഡിൻ, ബ്രോമോക്രിപ്റ്റിൻ, മെമാൻറ്റിൻ, ഡോണപ്പസിൽ മുതലായ ഒരുപാട് മെഡിക്കേഷൻസ്. അതിൻ്റെ കൃത്യമായ ഡോസുകൾ, എപ്പോഴത് വർദ്ധിപ്പിക്കണം, എപ്പോൾ അത് കുറക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് അതിനനുസരിച്ച് പേഷ്യൻറ്റിൽ നമ്മളത് അപ്ലൈ ചെയ്യണം. അതാണ് മെയിൻലി നമ്മൾ ചെയ്യുന്നത്, മെഡിക്കേഷൻസ്. അതോടൊപ്പം ചില സമയത്ത് നമുക്ക് മുന്നോട്ട് എങ്ങനെ പോകാൻ കഴിയുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയം വരുമ്പോൾ ഇൻ്റർവെൻഷൻസ് ഒരുപാട് സഹായിക്കും. ഒരുപാട് ഇഞ്ചക്ഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ ആ പ്രൊസീജിയേഴ്സും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ബോട്ടോക്സ് അടക്കം, ബോട്ടുലിനം ടോക്സിൻ അടക്കം ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പേഷ്യൻറ്റിനെ തിരിച്ച് ഒരു സാധാ രീതിയിലേക്ക് തിരിച്ചെത്തിക്കാനാണ് നമ്മൾ പ്രയത്നിക്കുന്നത്. ഇപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ ഏതൊരു രോഗിക്കും ഒരു തിരിച്ചു വരാനൊരു സഹായം ആവശ്യമാണ്, കൂടെയുള്ളവരുടെ ഒരു കൈ സഹായം ആവശ്യമാണ്. പക്ഷേ നമ്മൾ എപ്പോഴും ഈ പുനരധിവാസം എന്ന് ഉദ്ദേശിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടിരിക്കുന്നത് ഏത് വിഭാഗക്കാരാണ്? ഈ ബ്രെയിൻ ഇഞ്ചുറി, സ്ട്രോക്ക്, അങ്ങനെ എന്തെങ്കിലും വന്ന ആൾക്കാർ? അത് ഫിസിയാട്രിസ്റ്റ് പല രീതിയിലുള്ള താല്പര്യങ്ങൾ, അതായത് ഇപ്പം ചിലവർക്ക് ഇപ്പോൾ ഈ മെഡിസിൻ കഴിഞ്ഞാൽ ചിലർ കാർഡിയോളജി പോകും, ചിലർ നെഫ്രോളജി പോകും, ന്യൂറോളജി പോകും. അങ്ങനെ ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ വളരെ വളരെ വലിയൊരു ശാഖയാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ എൻ്റെ താല്പര്യം ന്യൂറോ റീഹാബിലിറ്റേഷനിലാണ്. ബേസിക്കലി ബ്രെയിൻ ഇഞ്ചുറി ആയ ആൾക്കാർ, അല്ലെങ്കിൽ സ്പൈനൽ കോഡ് ഇഞ്ചുറി പറ്റിയ ആൾക്കാർ, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന ഒരുപാട് പേര് വീട്ടിൽ വെറുതെ കിടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ സാധാരണ സംഭവിക്കുന്നത് വെച്ചാൽ വെല്ലൂരേക്ക് പോകും. അവിടെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ഇന്ത്യയിലെ ഫസ്റ്റ് ഫിസിയാട്രി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായ സ്ഥലമാണ് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ്. അവിടെ വളരെ നല്ല രീതിയിലൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. പക്ഷേ അവിടെ പോയി കഴിയുമ്പോൾ അവർക്ക് 3-4 മാസത്തെ വെയിറ്റിംഗ് ടൈം കിട്ടുകയാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫസ്റ്റ് 3 months, നിർണായകമായ ആ ടൈം അവരവിടെ പോയി വെയിറ്റ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് വന്ന് വീട്ടിൽ വെറുതെ കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നുള്ളത് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക്. നമുക്ക് ഒരു കോളർ ഉണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് ശാന്തിയാണ്. ശാന്തി, ഡോക്ടറോട് ചോദിക്കാം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. സാർ, എനിക്ക് കുറച്ച് ദിവസത്തിന് മുമ്പ് വയറിലൊരു കത്തലിപ്പും തുടങ്ങി. പിന്നെ അത് നെഞ്ചിലോട്ട് വന്ന് നെഞ്ചിന്റെ അവിടെ ഒരു അസ്വസ്ഥത തുടങ്ങി, മുതുകിലും വേദന. അങ്ങനെ ഞാൻ അടുത്തൊരു ഡോക്ടറെ പോയി കണ്ടപ്പോൾ പറഞ്ഞു ഫിസിഷ്യനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അതെന്താണ് ഇത്? ഗ്യാസ് ട്രബിളിന്റെ മരുന്നൊന്നും തന്നിട്ട് എനിക്ക് അസ്വസ്ഥത മാറുന്നില്ല. ECG എടുത്തപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ ആ രോഗലക്ഷണങ്ങൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടതല്ല എന്നുള്ളത് ഞാൻ ആദ്യം ക്ലിയർ ആക്കാൻ ആഗ്രഹിക്കുന്നു. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടി വരും. ഗ്യാസ് ട്രബിൾ അല്ല, അല്ലെങ്കിൽ ECGയിൽ ഇഷ്യൂ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ രോഗി നേരിട്ട് കണ്ടിട്ട് നമ്മൾ നോക്കേണ്ടി വരും. പ്രധാനമായും എൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട്
പറഞ്ഞോളൂ. ഗ്യാസ് ട്രബിൾ അല്ല എന്നാണ് അവർ ട്രബിൾ പറയുന്നത്. അല്ല എന്ന് ഗ്യാസ് ട്രബിൾ അല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ അസ്വസ്ഥത മാറുന്നില്ല, മുതുവിന്റെ വേക്കിലും എനിക്ക് എന്തോ നെഞ്ചിൽ ഇരിക്കുന്ന കണക്ക് തോന്നുന്നത്. ECG കുഴപ്പമില്ല, വേറെ ടെസ്റ്റുകൾ ചെയ്യണം, അത് ഫിസിഷ്യനെ കാണിക്കണമെന്നാണ് പറഞ്ഞത്. ഞാൻ അതെ, നല്ലൊരു ഫിസിഷ്യനെ കാണിക്കേണ്ട ഒരു രോഗലക്ഷണങ്ങളാണ് നിങ്ങളിപ്പോൾ പറഞ്ഞത്. അത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടതല്ല, ക്ഷമിക്കണം. എന്തായാലും നമുക്ക് ബാംഗ്ലൂരിൽ നിന്നൊരു കോളറുണ്ട്, ഡോക്ടറോട് ചോദിക്കാം. ഹലോ. ഹലോ. എനിക്ക് ഒരു ലിഗമെന്റ് ടിയർ വന്നായിരുന്നു എന്റെ കാലിന്. അതായത് MCL, ACL, പിന്നെ മെനിസ്കസിന് ടിയർ വന്നു. ഒരു 6 months ആയി. ഓക്കെ. പക്ഷെ ഇപ്പോഴും എനിക്ക് നടക്കുമ്പം ചെറിയൊരു പോപ്പപ്പ് സൗണ്ട് ഉണ്ട്. പിന്നെ ഉള്ളിൽ നിന്നൊരു വേദന പോലെ, ഒരു മുറിഞ്ഞ വേദന പോലെ ഉണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് അതിന്? 6 മാസമായി അല്ലേ? 6 മാസം ബെൽറ്റ് ഇട്ടിരുന്നു. അപ്പൊ എനിക്ക് സ്പീഡിൽ നടക്കുമ്പോൾ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. ഉള്ളിൽ വേദന പോലെ തോന്നുന്നുണ്ട്. വേദന മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇടയ്ക്ക് ലോക്കിംഗ് മാതിരി തോന്നുന്നുണ്ടോ നടക്കുന്ന സമയത്ത്? ലോക്കിംഗ് ഇല്ല. 6 മാസം കഴിഞ്ഞപ്പോ ഞാൻ കുറച്ച് റൗണ്ടായിട്ട് നടക്കാനായിട്ട് പോയി. അപ്പം എനിക്ക് കുറച്ച് നടക്കുമ്പോ ഒരു സൗണ്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനത് നിർത്തി. പിന്നെ ഇപ്പൊ നീ ക്യാപ്പ് ഇട്ട് നടക്കും, അല്ലാതെ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു ടയർ ആയിരിക്കില്ല. MCL, ACL ഒക്കെ ബാധിച്ച വലിയ ടയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇനി നടക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ളൊരു 6 മാസത്തോളം ബെൽറ്റ് ഇട്ട് കഴിഞ്ഞു. 3 മാസം ബെൽറ്റ് ഇട്ട് കണ്ടിന്യൂസ് 3 മാസം ബെൽറ്റ് ഇട്ടു. അത് കഴിഞ്ഞ് പിന്നെ നീ ക്യാപ്പ് ഇട്ട് നടന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് നടക്കാൻ പോകാൻ തുടങ്ങിയത്. അല്ല, നിങ്ങൾ ചെയ്തത് ശരിയായ രീതിയിൽ തന്നെയാണ് ചെയ്തത്. കാരണം ഇപ്പോൾ ഒരു ലിഗമെന്റ് ടയർ പറ്റിക്കഴിഞ്ഞാൽ അത് തിരിച്ച് അത് റീയൂണൈറ്റ് ചെയ്യാനുള്ള ടൈം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, റെസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നടക്കുമ്പോൾ തുടക്കത്തിൽ എന്തായാലും ഒരു ചെറിയ വേദന ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വലിയ വേദന വരുന്ന രീതിയിൽ ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. അതേസമയം ചെറിയ വേദന വരുന്ന രീതി വരെ നമ്മളൊന്ന് പുഷ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും ബെറ്റർ ആവും. പിന്നെ കൂടുതൽ കാര്യങ്ങൾ പറയണമെങ്കിൽ MRI നമ്മൾ കാണേണ്ടി വരും. അത് ഗ്രേഡിംഗ് ഉണ്ട് ഈ ACL, MCL ടയറിനൊക്കെ. ആ ഗ്രേഡ് അനുസരിച്ചിട്ട് അനുസരിച്ചിട്ടാണ് നമ്മൾ സർജറി വേണോ വേണ്ടോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. സർജറി പറഞ്ഞിരുന്നോ? MRI എടുത്തായിരുന്നു, സർജറി പറഞ്ഞില്ല. MRI എടുത്ത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, സർജറി പറയാത്തൊരു വിഷയമാണെങ്കിൽ നമുക്കിത് റീഹാബിലിറ്റേറ്റ് ചെയ്യാം. നിങ്ങളൊരു കേസ് റീഹാബിലിറ്റേറ്റ് ചെയ്യാം. അതിന് ഒരുപാട് എക്സസൈസ് ഉണ്ട്, സ്ക്വാറ്റിംഗ് അടക്കമുള്ള എക്സസൈസ് ഉണ്ട്. അതിൽ ഘട്ടം ഘട്ടമായി ചെയ്യേണ്ടി വരും. ഇപ്പൊ എനിക്ക് എന്ത് എക്സസൈസ് ആണ് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾക്ക് ഏറ്റവും സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം സ്ക്വാറ്റിംഗ് ആണ്. നമ്മുടെ ഈ ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കുന്ന മാതിരി ഇരുന്നിട്ട് എഴുന്നേൽക്കുന്ന ആ ഒരു എക്സസൈസ് ഇല്ലേ, അതാണ് ഏറ്റവും സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. എനിക്കിപ്പോ ഒരിക്കലും നിലത്തിരിക്കാൻ പറ്റത്തില്ല. നിലത്ത് കുത്തിയിരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് പോകാൻ ഒട്ടും പറ്റില്ല. അറിയാം അത് അത്ര എളുപ്പമായിരിക്കില്ല. പക്ഷെ അത് എത്ര നിങ്ങൾക്ക് കഴിയുമോ അത്ര ചെയ്യുക. ചെറിയൊരു വേദന വരുന്നവരെ ചെയ്യുക. അങ്ങനെ 1-2 ദിവസം ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ചെയ്യാൻ കഴിയും. അങ്ങനെ മെല്ലെ മെല്ലെ ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാനേ കഴിയും. അപ്പം ഞാൻ വിചാരിക്കുന്നത് കൂടിച്ചേർന്ന് ഇനി വിട്ടു പോകുമോ എന്നുള്ളത്. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലിയ വേദന വരുന്ന രീതിയിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. ചെറിയ വേദന വരുമ്പോൾ നിർത്തണം. നമ്മുടെ ബോഡിയുടെ അലാമാണ്. നീ ക്യാപ്പ് ഇട്ടിട്ട് ചെയ്യുന്ന കുറച്ചും കൂടി സേഫ് ആയിരിക്കും. ഓക്കെ, അല്ലാതെ മെഡിസിൻസ് ഒന്നും വേണ്ടല്ലോ. മെഡിസിൻസ് ഇപ്പൊ ആവശ്യമില്ല. ഈ ഒരു സ്റ്റേജിൽ 6 മാസം കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജിൽ ആവശ്യമില്ല. ഇപ്പൊ നടക്കുന്ന നിൽക്കുന്നുണ്ട്, കൂടുതലും നിന്നുള്ള ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലാതെ പെട്ടെന്ന് ഇപ്പൊ സ്പീഡിൽ നടക്കുവോ അല്ലെ സ്പീഡിൽ എന്തെങ്കിലും ഒന്ന് ട്വിസ്റ്റ് ആകുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഉള്ളിൽ നിന്ന് വേദന പോലെ വരുന്നത്. നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും, ഒറ്റയടിക്ക് ഇത് പറ്റില്ല. എന്തായാലും തീർച്ചയായും നിങ്ങൾ എക്സസൈസ് ചെയ്ത് ഓരോ ദിവസം കൃത്യമായി ചെയ്യണം. അതിന് പ്രോഗ്രസ് എഴുന്നേൽക്കുന്ന രീതിയിലല്ലേ? ഇരുന്ന് എഴുന്നേൽക്കുന്ന രീതിയിലുള്ള, അതാണ് ഏറ്റവും സേഫ്. ഇരുന്നാണോ അതോ കസേരയിൽ ഇരുന്നാണോ? കസേരയിലല്ല, നിങ്ങളൊരു ജനലിന്റെ ആ ഒരു ഇതുണ്ടാവില്ല, ജനൽ പിടിച്ചിട്ട് മെല്ലെ ഒന്ന് ഇരുന്ന് എഴുന്നേൽക്കുന്ന രീതിയിൽ ചെയ്യേണ്ടി വരും. നമുക്കൊരു കോളർ കൂടെ ഉണ്ട്, ഈരാറ്റുപേട്ടയിൽ നിന്ന് താഹിർ ചോദിച്ചോളൂ. ഹലോ ഡോക്ടറെ, എനിക്കാണെങ്കിൽ വണ്ടി അപകടം ഉണ്ടായതാണ്. വണ്ടി അപകടം ഉണ്ടായി തൊടയുടെ അവിടെ നിന്ന് എല്ല് പൊട്ടിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്ക് അത് കഴിഞ്ഞപ്പോൾ 6-7 മാസമായി. നടക്കുമ്പോൾ ചരിവുണ്ട്. ഡോക്ടർ പറഞ്ഞു പതുക്കെ പതുക്കെ മാറുള്ളെന്ന് പറഞ്ഞു. 6-7 മാസമായി അല്ലേ? 6-7 മാസമായി. എക്സസൈസ് ഒക്കെ ചെയ്തിരുന്നോ കൃത്യമായിട്ട്? ഏതാ എക്സസൈസ് ഒക്കെ കൃത്യമായി ചെയ്തിരുന്നോ? എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യുന്നത് ഡോക്ടർ അങ്ങനെ പറഞ്ഞു. ഡോക്ടർ നടന്ന് മാറിക്കോളൂന്നാ പറഞ്ഞു. അത് ചെരിവ് വരാൻ 2 കാരണമാവാം. ഒന്നെങ്കിൽ നിങ്ങളുടെ ആ കാലിന്റെ ലെങ്ത് കുറഞ്ഞതാവാം, അല്ലെങ്കിൽ ആ കാല് പെയിൻ ഉള്ളതുണ്ടാവാം. പെയിൻ ഉണ്ടോ ഇപ്പം? വേദനയൊന്നുമില്ല, ലെങ്ത് ഒക്കെ കറക്റ്റാ. ഞാൻ വെച്ച് നോക്കിയാ കുഴപ്പമൊന്നുമില്ല. അല്ല, നിങ്ങൾ നോക്കുന്നില്ല, അത് നമ്മളെ പെൽവിസ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ വ്യത്യാസം ഇല്ലെന്ന് തോന്നും. ആ വ്യത്യാസം ശരിക്കും ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ശരിക്കും അത് അറിയുന്ന ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് നിങ്ങൾ പോകേണ്ടി വരും. ആ ലെങ്ത് ഡിഫറൻസ് ഡോക്ടർ പറഞ്ഞത് അത് നിങ്ങൾക്ക് എന്താ മാറുന്നതാണെന്നാ പറയുന്നത്. ലെങ്ത്തും ഓക്കെ ആണെങ്കിൽ 3ാമതുള്ള കാരണം മസിൽ വീക്ക്നെസ് ആണ്.
ആ ഭാഗത്തുള്ള മസിൽ വീക്ക് ആണെങ്കിൽ ആ മസിലിന് കൃത്യമായ സ്ട്രെങ്തനിങ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചെരിവ് മാറും. മസില് വീക്ക്നെസ് കാരണം മസിൽ മുറിച്ച ഓപ്പറേഷൻ ചെയ്തത്. അതെ, അങ്ങനെയാണെങ്കിൽ ആ മസിൽ ഏത് മസിലാന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള സ്ട്രെങ്തനിങ് ചെയ്യേണ്ടി വരും. അതിനിപ്പോ എന്താ ചെയ്യേണ്ടത്? നമുക്ക് നടന്നാൽ മതിയോ അതോ? അല്ല, അത് നമ്മൾ ആദ്യം അസസ് ചെയ്യണം. പേഷ്യന്റിനെ കണ്ടാൽ നമുക്ക് പറയാൻ പറ്റും ഏത് മസിലാണ് വീക്ക് എന്നുള്ളത്. എന്നിട്ട് ആ മസിലിനുള്ള സ്ട്രെങ്തനിങ് ചെയ്യണം. മനസ്സിലായില്ല, അതെങ്ങനെയാ ചെയ്യേണ്ടത്? താഹിറിന് അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ റിഹാബിലിറ്റേഷൻ സെന്ററുമായിട്ട് വിഭാഗവുമായി ബന്ധപ്പെട്ടാൽ അവർക്കത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. കാരണം നമുക്ക് രോഗിയെ നേരിട്ട് കണ്ടിട്ടേ അതിന്റെ ഒരു ചികിത്സാ രീതി നിശ്ചയിക്കാൻ കഴിയുള്ളൂ എന്നാണ് ഡോക്ടർ പറയുന്നത്. ശരി, ഓക്കെ, താങ്ക് യു. ഓക്കെ, വെൽക്കം. ഡോക്ടർ, നമുക്ക് ഇത്തരം റിഹാബിലിറ്റേഷൻ കാര്യങ്ങളിലെല്ലാം വേണ്ടത് ഈ ക്ഷമയും സമഗ്രവുമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. അത് ഏതെല്ലാം ചികിത്സാ രീതികളാണ്? ഓരോ രോഗികളെ സംബന്ധിച്ച് അത് വ്യത്യസ്തമായിരിക്കും. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഫിസിയോതെറാപ്പി സെൻ്ററുകൾ ഒരുപാടുണ്ട്. പക്ഷേ റീഹാബിലിറ്റേഷൻ സെൻ്റർ ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. സമഗ്രമായ പുനരധിവാസം, നിങ്ങൾ ആ വാക്ക് ഉപയോഗിച്ച് സമഗ്രമായ പുനരധിവാസമാണ് ബേസിക്കലി നമ്മളിപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉദ്ദേശിക്കുന്നത്. അത് നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് ആശുപത്രികൾ വളരെ നല്ല രീതിയിൽ ചെയ്യുന്നൊരു കാര്യമാണ്. പൊതുവെ ആരോഗ്യ മേഖലയിൽ ഒരുപാട് മുന്നിലുള്ളതാണ് കേരളമെങ്കിലും ഈ ഒരു ഫീൽഡിൽ ഇതുവരെ എന്തുകൊണ്ടോ നമുക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു ഗ്യാപ്പ് നമുക്ക് നികത്താനുണ്ട്. ഫിസിയോതെറാപ്പി വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മെഡിക്കേഷൻസ്, ആ മെഡിക്കേഷൻസ് എപ്പോൾ ഉപയോഗിക്കണം, എപ്പോൾ കൂട്ടണം, എപ്പോൾ കുറക്കണം. കാരണം ഒരുപാട് ഇഷ്യൂസ് ഇങ്ങനെയുള്ള പേഷ്യൻസിനുണ്ടാവും. മിക്കവാറും കുറച്ച് പ്രായമുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് ഷുഗറും പ്രഷറും മുതലായ കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ ഒന്നിച്ച് മാനേജ് ചെയ്യേണ്ടി വരും. അതുപോലെ സ്പീച്ച് തെറപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രോക്ക് വന്ന പേഷ്യൻറ്റിന് നമ്മൾ വിചാരിക്കും ജസ്റ്റ് ബലക്കുറവ് മാത്രമേ ഉള്ളൂ. എന്നാൽ ബലക്കുറവ് മാത്രമല്ല, സെൻസറി വൈകല്യങ്ങൾ ഒരുപാട് അവർക്കുണ്ടാവും. സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും, ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും, പിന്നെ ബുദ്ധിപരമായ ബുദ്ധിമുട്ടുകളുണ്ടാവും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ ഇതിനെല്ലാം കൈകാര്യം ചെയ്യണമെങ്കിൽ ഒരുപാട് പേരുടെ ഒരു ടീം വർക്കിന് മാത്രമേ കഴിയൂ. എനിക്ക് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ബേസിക്കലി ഒരു റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിൽ ഫിസിയോതെറാപ്പിസ്റ്റ് വേണം, ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വേണം. അതുപോലെ സ്പീച്ച് തെറാപ്പിസ്റ്റ് വേണം, സ്വാലോ തെറാപ്പിസ്റ്റ് വേണം, സൈക്കോളജിസ്റ്റ് വേണം. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മളെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ 6-6-6 പ്രിൻസിപ്പിളാണ്. ഒരു ദിവസം 6 മണിക്കൂർ തെറാപ്പി കൊടുക്കും. 6 ദിവസങ്ങളിൽ, ഒരാഴ്ചയിൽ 6 ദിവസങ്ങളിൽ കൊടുക്കും. അങ്ങനെ 6 ആഴ്ച, അതാണ് ഒരു മിനിമം ടൈം ഫോർ മേക്കിംഗ് എ ഗുഡ് ചേഞ്ച്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു മാറ്റം വരും. ഡോക്ടർ, നമുക്കൊരു കോളറോടെ ഉണ്ട് കൊയിലാണ്ടിയിൽ നിന്ന്, മുഹമ്മദ് അലി ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ സാറേ, ഞാൻ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാണ്. എനിക്ക് എന്റെ കൈ ഇപ്പം പൊന്തിക്കാൻ കഴിഞ്ഞില്ല. എന്തിന്റെ ഓപ്പറേഷൻ ആയിരുന്നു? ക്യാൻസർ ആയിട്ടായിരുന്നു എന്റെ ഒരു ഭാഗം സൈഡ്. പുറമായിരുന്നു ഓപ്പറേഷൻ അല്ല കയ്യിലായിരുന്നു ഓപ്പറേഷൻ? അല്ലല്ല, ഒരു മുഖത്തിന്റെ ഒരു ഭാഗം എടുത്തതാ. മുഖത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കൈ പൊക്കാൻ പറ്റുന്നില്ലേ? അല്ല, കൈന്റെ ഒരു ഭാഗത്ത് നിന്ന് എടുത്തു വെച്ച ആദ്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൈ പൊക്കാൻ സഹായിക്കുന്ന മസിലിന്റെ ഭാഗമായിരിക്കും എടുത്തത്. എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങൾ കണ്ടത്? മസിലിന്റെ ഭാഗത്ത്. അതെ, അങ്ങനെയാണെങ്കിൽ കൈയിന്റെ മസിലിന്റെ പവർ കുറഞ്ഞതായിരിക്കണം ആ വേദന അല്ല ആ ബുദ്ധിമുട്ട് വരാൻ കാരണം. അത് ഒരു ഫോണിൽ കൂടി സംസാരിച്ച് അതിനെ ചികിത്സിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതൊരു നിങ്ങളെ നേരിട്ട് കാണാതൊന്നും പറയാൻ പറ്റില്ല. ഞാൻ കോഴിക്കോടാണ്. നിങ്ങൾ അടുത്തുള്ള ആശുപത്രിയിൽ ആദ്യം കാണിക്കുക. അതെന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കിയ ശേഷം നമുക്ക് എന്തെങ്കിലും അതിലൊരു ചികിത്സ പറയാൻ കഴിയും. MVR എന്നാ ചെയ്ത്. നിങ്ങൾ കോഴിക്കോടിനുള്ള ആളാണെങ്കിൽ എൻ്റെ അടുത്ത് വരാം, ഞാൻ കോഴിക്കോടുണ്ട് കേട്ടോ. ഡോക്ടർ നൗഫൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് കൺസൾട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഡോക്ടർ, നമുക്ക് കൂടുതൽ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഒരുപാട് കോളേഴ്സും വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം ഒരു ഇടവേള എടുത്തിട്ട് വരാം. നമുക്ക് ഡോക്ടറുടെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ രോഗിയെ നമ്മളിപ്പോൾ ആശുപത്രിയിൽ ഡിസ്ചാർജ് ആയി നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ ആ ഒരു കാലയളവ് ഉണ്ടല്ലോ, ആ തിരിച്ചുള്ള അവർ സാധാരണ ജീവിതത്തിലേക്ക് വരുന്ന ഒരു കാലയളവ്, അത് ശരിക്കും കൂടെയുള്ളവർ എന്തൊക്കെയാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത്? രോഗിയുടെ ഭാഗത്തുണ്ടാകുന്ന അവരുടെ ഒരു താല്പര്യത്തിനപ്പുറത്ത് കൂടെയുള്ളവർ ഏതെങ്കിലും രീതിയിലാണ് അവർക്കൊരു സഹായം നൽകേണ്ടത്? അതൊരു ബേസിക്കലി സപ്പോർട്ട് സിസ്റ്റം എങ്ങനെ വേണം എന്നുള്ളതായിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചത്. അതെ. ഇപ്പോൾ ഒരു രോഗി എന്ന് നമ്മൾ വിളിക്കുന്നത് എന്തെങ്കിലും അസുഖമുള്ള ഒരാളായിരിക്കുമല്ലോ. അപ്പോൾ അസുഖം കൃത്യമായി എന്താണെന്നുള്ളത് ഡയഗ്നോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അത് കാരണം അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് ആ ഒരു അവസ്ഥയിൽ നിന്ന് അവർ മെച്ചപ്പെട്ട് വരും, സമയം കഴിയുന്തോറും മെച്ചപ്പെട്ട് വരും. പക്ഷേ കൂടെയുള്ള ആൾക്കാർ പഴയ രീതിയിൽ തന്നെ ആ രോഗിയെ കണ്ടുകൊണ്ട് മുമ്പത്തെ പോലെ തന്നെ എല്ലാ സഹായവും രോഗിക്ക് ചെയ്തു കൊടുക്കുമ്പോൾ ആ രോഗി ഒരിക്കലും അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പോകുന്നില്ല. അതുകൊണ്ട് കുറച്ചെങ്കിലും അവർക്ക് സ്വന്തമായി ചെയ്യാൻ, അത് ട്രൈ ചെയ്യാനെങ്കിലും ആൾക്കാരെ സഹായിക്കണം.
ബേസിക്കലി ഒരുപാട് സഹായിച്ചു കഴിഞ്ഞാൽ ഒരു പാമ്പറിങ് ആയി മാറും. പിന്നെ രോഗിക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ തന്നെ കൊണ്ട് ഒന്നും കഴിയില്ല എന്നുള്ള ഒരു ചിന്ത രോഗിക്ക് വരും. നമ്മൾ തന്നെ ജസ്റ്റ് 2 കൈ ഒന്ന് കെട്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് ഇരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ ആയിരിക്കും. അതേ ഫ്രസ്ട്രേഷൻ മാസങ്ങളോളമൊക്കെ ആയിട്ട് സഹിക്കുന്ന രോഗിക്ക് നമ്മൾ കുറച്ച് ഇൻഡിപെൻഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ, സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാത്ത രോഗിയാണെന്ന് കഴിക്കാൻ ശ്രമിക്കൂ എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഉണ്ടാക്കുന്ന മാറ്റം വലുതായിരിക്കും. അങ്ങനെയുള്ളൊരു ഒരു ആറ്റിറ്റ്യൂഡാണ് കൂടെ ഉള്ളവർക്ക് ഉണ്ടാവേണ്ടത്. നമുക്ക് വേറൊരു കോളർ കൂടി ഉണ്ട്, കൊല്ലത്ത് നിന്ന് ഷാനാണ്. ഷാൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ. ഡോക്ടർ നമസ്കാരമുണ്ട്. നമസ്കാരം. അതെ, ഇക്കാലിന്റെ മുട്ടിന് ഇടയ്ക്കിടയ്ക്ക് വേദനയാ. 2 മുട്ടിനുണ്ടോ അല്ല ഒരു മുട്ടിന് മാത്രമാണോ? ചില സമയത്ത് ഒരു മുട്ടിനേ വരുള്ളൂ, ചില സമയത്ത് 2 മുട്ടിനുണ്ട്. കാല് മുട്ടെന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. അപ്പോൾ അവിടെ നമുക്ക് ജോയിന്റ് ഉണ്ട്, ചുറ്റും ഒരുപാട് മസിൽസ് ഉണ്ട്, ലിഗമെന്റ്സ് ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് ഡോക്ടറെയൊക്കെ കണ്ടു. എന്താ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞാൽ കാലിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. കാലിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് വേദന ഉണ്ട് അല്ലേ? എനിക്ക് വേദനയുണ്ട്. ചില സമയങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ, അപ്പൊ വേദന എന്തുകൊണ്ടാണെന്നുള്ളത് ഒന്നും കൂടി നോക്കേണ്ടി വരും. എക്സ്റേയിൽ ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല. എക്സ്റേ എടുത്ത് സ്കാനിങ് ഒക്കെ ചെയ്ത് നോക്കിയതാ, അതിൽ കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. ആള് പറഞ്ഞു മറ്റേ കാൽസ്യത്തിന്റെ ചില പ്രോബ്ലം ഉണ്ട്, അതിപ്പോ പരിഹരിച്ചു പറഞ്ഞു. എന്തിന്റെ? ഈ കാൽസ്യത്തിന്റെ കുറവ്. കാൽസ്യത്തിന്റെ കുറവ്. ഓക്കെ. അല്ല, ഈ നിങ്ങൾക്ക് മുട്ടുവേദന തന്നെയാണോ എന്നുള്ള കാര്യം ആദ്യം ഉറപ്പിക്കണം. കാരണം മുട്ടിന്റെ ചുറ്റുമുള്ള മസിൽ വേദന മിക്കവാറും മുട്ടുവേദന ആയിട്ട് കാണാറുണ്ട്. ഒരു 80% മുട്ടുവേദനകളും യഥാർത്ഥത്തിൽ മസിലിനുള്ളിൽ വരുന്ന നീരാണ്. അതാണെങ്കിൽ എല്ലാം പരിശോധിച്ചു. അല്ല, അത് ടെസ്റ്റുകളിൽ മാത്രമല്ല, അത് കൃത്യമായി പരിശോധിച്ചു കഴിഞ്ഞാലേ മനസ്സിലാവും. ഞാൻ 2-3 ഡോക്ടറെയൊക്കെ കണ്ടു നോക്കി. ഓക്കെ. അത് ചിലപ്പോൾ മസിലിൽ നീരാണെങ്കിൽ ആ നീര് കുറയാനുള്ള ഗുളിക കഴിച്ചാൽ മാറും. നിങ്ങൾക്ക് ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? നിലത്തിരിക്കാനല്ലോ? നിലത്തിരിക്കാൻ ചില സമയങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടാ. അങ്ങനെയാണെങ്കിൽ അത് മസിലിന്റെ ഇതാവാൻ ഒരു ചാൻസ് ഉണ്ട്. നോക്കേണ്ടി വരും, പരിശോധിക്കേണ്ടി വരും. എനിക്ക് കരിപ്പണിയാണ് ജോലി. അപ്പൊ ഞാനിതുപോലെ ഒരു അടുത്ത് കുറച്ച് അവിടുത്തെ ഒരു വൈദ്യരുണ്ട്, ആളുടെ മരുന്ന് കഴിച്ചിട്ടാണ് ഇപ്പൊ കുറഞ്ഞത്. ഓക്കെ. ആള് പറഞ്ഞിരിക്കുന്നത് കാല് വേർക്കുണ്ടോന്ന് ചോദിച്ചു. ചില സമയത്ത് വേർപ്പുണ്ട്, അതുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നാണ് ആള് പറഞ്ഞത്. വേർപ്പ് കൊണ്ട് വേദന വരുമെന്നുള്ള കാര്യം എനിക്കറിഞ്ഞൂടാ, വൈദ്യർ പറഞ്ഞതാണ്. നമുക്ക് വേറൊരു കോളർ കൂടി ഉണ്ട് തൃശ്ശൂരിൽ നിന്ന്. ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ. ചോദിച്ചോളൂ ഡോക്ടറോട്, കേൾക്കാം. ഹലോ, ചോദിച്ചോളൂ. ഹലോ, കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് ഒരു 3 മാസം മുമ്പേ ഷട്ടിൽ കളിച്ചതിന്റെ ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഹലോ. ചെറിയ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. TV ഓണാക്കി വിട്ടിട്ടുണ്ട്. നിങ്ങൾ TV ഓണാക്കിയിട്ടുണ്ടെങ്കിൽ അത് മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കൂ. ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കൂ. മുട്ടിനുള്ളിലൊരു വേദന വന്നിരുന്നു. ഹലോ, പറഞ്ഞോളൂ. മുട്ടിനുള്ളിൽ ഒരു വേദന വന്നിരുന്നു. അപ്പൊ അത് ഒരു ഡോക്ടറെ കണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു അത് MRI എടുത്ത് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ MRI എടുത്തിരുന്നു. MRI എടുത്ത് ഡോക്ടർ റിസൾട്ട് കാണിച്ചപ്പോൾ ഫ്രണ്ട് ലിഗ്മെന്റിന് ചെറിയ ഇഞ്ചുറി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അത് ഒരു മരുന്ന് തന്നു. അപ്പൊ നീർക്കെട്ട് മാറാനായിട്ട് തന്നിരുന്നു. പക്ഷെ അത് പൂർണ്ണമായിട്ട് അങ്ങനെ മാറിയിട്ടില്ല. അപ്പൊ ആ ലിഗ്മെന്റിന്റെ പ്രശ്നം മാറാനായിട്ട് പ്ലാസ്റ്റർ ചെയ്യേണ്ടി വരും ഡോക്ടർ. പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചുറ്റുള്ള മസിൽ പിന്നെ വീക്കാവുകയാണ് ചെയ്യുക. നിങ്ങൾ നീരാണ് കുഴപ്പമെങ്കിൽ നിങ്ങൾ അത്യാവശ്യത്തിന് റെസ്റ്റ് എടുത്താൽ മതി. നടത്തൊന്ന് കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ ആ നീര് കുറയും. അതിനൂടെ മരുന്നിന്റെ കൂടെ റെസ്റ്റ് എടുക്കുക. നീര് തീരെ കുറഞ്ഞിട്ടില്ല. വേദനയാണ് പ്രശ്നം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നീര് കുറഞ്ഞിട്ടുണ്ടെങ്കിലും മസിൽ വീക്ക് ആയിട്ടുണ്ട്. അപ്പൊ അതിനുള്ള എക്സസൈസ് ചെയ്യേണ്ടി വരും. അടുത്ത സ്റ്റെപ്പ്, നിങ്ങൾ ഒറ്റയടിക്ക് തിരിച്ച് സ്വാഭാവിക ജീവിതത്തിൽ നമുക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഏത് മസിലാണ് വീക്ക് നോക്കി അതിനുള്ള എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം മുട്ടിന്റെ കംപ്ലീറ്റ് കൺട്രോൾ നമ്മൾ ആ മെയിൻ മസിൽ ബൾക്ക് തൈ മസിൽ ആണ്, ആ ബൾക്കിലാണ്. അതുകൊണ്ട് അത് വീക്കായി കഴിഞ്ഞാൽ കംപ്ലീറ്റ് അതിന്റെ ബയോമെക്കാനിക്സ് മാറും. അതുകൊണ്ട് നിങ്ങൾ നീര് കുറഞ്ഞു കഴിഞ്ഞാലും തിരിച്ച് പെട്ടെന്ന് പോകാൻ പറ്റില്ല. അതിൻ്റെതായ സമയം എടുക്കും. അതിനുള്ള എക്സസൈസ് കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ട്, അതിനനുസരിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. ഓക്കെ.
ഡോക്ടർ, ഈ പക്ഷാഘാതമൊക്കെ വരുമ്പോൾ അവർക്ക് ഈ തലച്ചോറിലേക്കുള്ള പ്രത്യേക കഴിവുകളെല്ലാം വീണ്ടെടുക്കാനായിട്ട് ഒരുപാട് സമയമെടുക്കും. അതെങ്ങനെയാണ് അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല എക്സസൈസ് എങ്ങനത്തെയായിരിക്കും? പക്ഷാഘാതം രണ്ട് രീതിയിലാവാം. ഒന്നുകിൽ അങ്ങോട്ടേക്കുള്ള രക്തയോട്ടം നിലച്ചതുകൊണ്ടാവാം, അല്ലെങ്കിൽ ബ്ലീഡിങ് വന്നതുകൊണ്ടാവാം. രണ്ട് രീതിയിലായാലും പ്രധാനമായിട്ടും ആ ഭാഗം വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ആൾക്ക് ആ വീക്ക്നെസ് ഉണ്ടാകുന്നത്. പൊതുവേ ബ്ലീഡിങ് വന്നവർക്ക് പെട്ടെന്ന് റീകവറി ഉണ്ടാവും. അതേസമയം രക്തയോട്ടം നിലച്ചവർക്കാണെങ്കിൽ കുറച്ചുകൂടി ടൈം എടുക്കും. അതേസമയം അതുപോലെ ഏജും അതേപോലെ വലിയൊരു ഫാക്ടറാണ്. വലിയ പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ തിരിച്ചു വരാൻ കുറച്ച് സമയം എടുക്കും. ചെറിയ പ്രായത്തിലുള്ളവരാണെങ്കിൽ പെട്ടെന്ന് റീകവർ ചെയ്യും. ഈ റീകവറിക്ക് പല രീതിയിലുള്ള കാരണങ്ങളുണ്ട്. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും, വേറൊന്ന് റെസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു വാക്കുണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. അങ്ങനെ പല രീതിയിൽ റീകവറി ഉണ്ടാവാം. നേരത്തെ പറഞ്ഞ ന്യൂറോപ്ലാസ്റ്റിസിറ്റി. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ഒരു ഭാഗം വർക്ക് ചെയ്യാത്ത സമയത്ത് മറ്റൊരു ഭാഗം അതേ വർക്ക് ഏറ്റെടുക്കുന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇരട്ടി ജോലി എടുക്കുന്നത്. പക്ഷെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ തലച്ചോറിൽ വർക്ക് ചെയ്യാതെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഭാഗം ഏറ്റെടുക്കുന്നതുകൊണ്ട് അതിന് കുഴപ്പം വരുന്നില്ല. പിന്നെ വരുന്നത് റെസ്റ്റിറ്റ്യൂഷനാണ്. അതായത് നേരത്തെ നഷ്ടപ്പെട്ട ആ ഭാഗം വീണ്ടും അതിലേക്ക് നമ്മൾ രക്തയോട്ടം വർദ്ധിപ്പിച്ചിട്ട്, മരുന്നുകൾ കൊടുത്ത് രക്തയോട്ടം വർദ്ധിപ്പിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതുമാത്രമല്ല, നമ്മൾ പല കാര്യങ്ങളും നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ, 100-1000 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഏരിയ തിരിച്ച് കാര്യങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട കാര്യമാണ്. നമുക്കൊരു കോളറോടുണ്ട്, ഹരിപ്പാടുന്ന് കനകമ്മ. കനകമ്മ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, പറയൂ. ഞാനേ കുറെ നാളായി അസ്ഥിവേദന അനുഭവിക്കുന്ന കൂട്ടത്തില്. ഒരുപാട് ചികിത്സ ആയുർവേദം ഒക്കെ ചെയ്തതാ. എവിടെയാ വേദനയുള്ള കൂടുതലായിട്ട്? ഇപ്പൊ അസ്ഥിക്കകം മൊത്തം, മുട്ടിനാണ് എനിക്ക് ഭയങ്കര പ്രശ്നം. മുട്ടും നടും അസ്ഥിക്കകം മൊത്തം ഇങ്ങനെ കുത്തി വലിക്കുന്ന അസ്വസ്ഥതയായി. ഇപ്പൊ ഈയിടെ കൊണ്ട് ആയുർവേദ ചികിത്സ കഴിഞ്ഞൊരു പനി ഉണ്ടായി കൂടുതലായി. പിന്നെ അലോപ്പതി കഴിച്ചോണ്ടിരിക്കുവായിരുന്നു. ഇപ്പോഴേ വേദന കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യ സാർ. വയസ്സ് എത്രയാണ്? വയസ്സ് ഇപ്പൊ 69 കഴിഞ്ഞു. 69. പൊതുവെ 69 വയസ്സിലാകുമ്പോൾ നമ്മുടെ അസ്ഥികൾക്ക് ബലക്കുറവ് ഉണ്ടാവാനുള്ള വെയിറ്റ് കൂടുതലാണ് അല്ലേ? 88. ബലക്കുറവ്, അസ്ഥികൾക്ക് ബലക്കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. അതിന് സ്കാനിങ്ങിന് എന്തെങ്കിലും ചെയ്തിരുന്നോ? സ്കാൻ ചെയ്തില്ല, എക്സ്റേ എടുത്തു. അങ്ങനെ ആയുർവേദത്തിൽ പറഞ്ഞത് സന്ധിവാതമാ. ജോയിൻസിനെല്ലാം അങ്ങ് വേദനയാ. അല്ല, കൈകളെല്ലാം വളഞ്ഞു പോയിട്ടുണ്ടോ? കൈയിന്റെ അറ്റൊക്കെ വിരലുകൾ ഇല്ല, അത്രയൊന്നും ആയിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മിക്കവാറും അത് അസ്ഥികളുടെ ആ ഒരു ബലക്കുറവായിരിക്കും. അതിന് ഡെക്സാ സ്കാൻ എന്ന് പറഞ്ഞൊരു സ്കാനിങ് നമുക്ക് ചെയ്യാൻ പറ്റും. ഡെക്സാ സ്കാൻ അത് ചെയ്തു കഴിഞ്ഞാൽ എത്രത്തോളം ബലക്കുറവുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അതിനനുസരിച്ചുള്ള മരുന്നുകൾ ലഭ്യമാണ് ആ ബലക്കുറവ് ശരിപ്പെടുത്താൻ വേണ്ടിട്ട്. ആദ്യം സ്കാൻ ചെയ്ത് നോക്കണം. എനിക്ക് പിന്നെ പെരയിലെ സ്റ്റെപ്പ് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ. നിങ്ങളൊന്ന് ഡെക്സാ സ്കാൻ എടുത്ത് നോക്കണം എന്നാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അതിൽ നിന്ന് മുനീർ എന്നൊരു കോൾ ഉണ്ട്. മുനീർ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം. അതായത് ഇപ്പൊ ഞാൻ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുന്ന കൈ ഇടിഞ്ഞായിരുന്നു, ഇടത്തെ കൈ. അപ്പോഴേ അതിന്റെ കുഴ ഇതുവരെ ശരിയായിട്ടില്ല. ഇപ്പൊ എത്ര വയസ്സായി? അറിയാൻ പറ്റത്തില്ല. ഇപ്പൊ എത്ര വയസ്സായി? എനിക്കിപ്പോ 24 വയസ്സായി. 24 വയസ്സായി. പണ്ട് ഒരുപാട് മുമ്പ് ആയതാണല്ലേ? 7-8 കൊല്ലമായി. ഓക്കെ. ഇപ്പൊ അത് വെയിറ്റ് എടുക്കാൻ പറ്റുന്നില്ല പറഞ്ഞ വേദന കാരണമാണോ വെയിറ്റ് എടുക്കാൻ പറ്റാത്തത്? അല്ല, വെയിറ്റ് എടുക്കാൻ, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആവുന്നില്ല, വ്യക്തമാവുന്നില്ല. മുനീർ, ഒന്നുകൂടെ പറയൂ. കൈ വെയിറ്റ് എടുക്കുമ്പോഴത്തേക്ക് ചെറിയ വ്യക്തം ആവുന്നില്ല. വേദനയായിരിക്കണം. വേദന കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാ വേദന വരുന്നത് അല്ല? എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തോണ്ട് പോകുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് വേദന വരുന്നത്. ഓക്കെ. ഏതെങ്കിലും ഭാഗത്ത് അനക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? കൈ അനക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്റെ കുഴ തെറ്റി കിടക്കുവാണ്. ഇപ്പോഴും തെറ്റിക്കിടക്കാണ്? ശരിയായിട്ടില്ല. ഓ, അത് ആദ്യം ശരിയാക്കേണ്ടി വരും. അത് അല്ല, അതിനി ശരിയാക്കാൻ പറ്റുമെന്നല്ല. അതായത് അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. കാര്യങ്ങൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതേസമയം വലിയ ബുദ്ധിമുട്ടുകളുണ്ട്, കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്ത് ശരിയാക്കാൻ കഴിയും. തീർച്ചയായും അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളിപ്പോൾ ചെറിയ ആയതുകൊണ്ട് തന്നെ അത് ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടും ആയിരിക്കും. പക്ഷേ ഒരുപാട് കാലങ്ങളായതുകൊണ്ട്, ആ ഒരു ഇഞ്ചുറി പറ്റിയിട്ട് ഒരുപാട് കാലങ്ങളായതുകൊണ്ട് ചുറ്റുമുള്ള മസിലുകളും ലിഗമെന്റുകളൊക്കെ ഇപ്പോൾ സ്ട്രെച്ച് ആയിട്ടുണ്ടാവും ഓൾറെഡി. ഓക്കെ. എന്നാലും നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായും ഓപ്പറേഷൻ ചെയ്യണം. അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നതാണെങ്കിൽ ഓക്കെ.
ഡോക്ടർ നമുക്കൊരു കോൾ കൂടി ഉണ്ട്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ. ഞാൻ എൻ്റെ പേര് ജാസ്മിൻ എന്ന കരുനാഗപ്പള്ളിയിൽ നിന്ന്. എൻ്റെ നടുവിനും കാലിനും ഭയങ്കര വേദനയാണ്. കുഞ്ഞൊന്നും എനിക്കൊന്നും ജോലി ചെയ്യാൻ പറ്റില്ല. ഭയങ്കര വേദനയാണ് നടുവിനും കാലും മൊത്തത്തില്. ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട്? ഇത് തുടങ്ങിയിട്ട് ഇപ്പൊ 2-3 വർഷമായി. ഞാനിപ്പോ ഒരുപാട് ഡോക്ടറെ ഒക്കെ കാണിച്ച് പിന്നെ ഇംഗ്ലീഷ് മരുന്നാണ് അങ്ങനെ കഴിച്ച് ഡോക്ടർ ഒരാഴ്ചത്തേക്കൊക്കെ മരുന്ന് തരും. പക്ഷെ വേദനയ്ക്ക് എനിക്കൊരു കുറവുമില്ല. അപ്പൊ ഞാൻ ഇതിനിടയ്ക്ക് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു എന്റെ പിന്നെ ഡിസ്ക് ചെറുതായിട്ട് അകന്നിരിപ്പുണ്ടെന്ന്, ഡിസ്ക് നടുവിന്റെ. വേദന നടുവേദനയും മുട്ടുവേദനയുള്ളൂ അല്ലേ? മുട്ടും കാലും മൊത്തം ഒരു ഇടത്തെ കാല് നടു പാദം വരെ വേദനയാണ് എനിക്ക്. അല്ല, ഈ നടുവേദന അതേ വേദന തന്നെയാണ് താഴേക്ക് പോകുന്നത്? അല്ല, നടുവേദന മുട്ടുവേദന വേറെ വേറെയാണോ? വേറെ സെപ്പറേറ്റ്. ഇപ്പൊ നടുവിനാ ഇന്ന് വേദനയെങ്കിൽ ചിലപ്പോൾ മുട്ടിന് വേദന വരും. മുട്ടിന് നീരും ഉണ്ട് ചെറുതായിട്ട്. മുട്ടിന്റെ അടിഭാഗത്തൊക്കെ നീരും ഉണ്ട് എനിക്ക്. ഓക്കെ. ആ നടുവേദന മിക്കവാറും നോക്കേണ്ടി വരാം. ഡിസ്കിന്റെ ഇഷ്യൂ ആണെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. ഡിസ്ക് അകന്നിരിക്കുകയാണ്. അപ്പൊ അതിന് നമുക്ക് നല്ല ഒരു ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ? എക്സസൈസ് എങ്ങനെയാ? അതിന് മരുന്നുകളും എക്സസൈസും ഒരുമിച്ച് ഉപയോഗിക്കണം. ട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. നമുക്ക് നിങ്ങളെ കടത്തിയിട്ട് നിങ്ങളുടെ ബാക്ക് മസിൽസിനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്ന ഒരു ട്രാക്ഷൻ എന്ന് പറഞ്ഞ പരിപാടി കൂടി ഉണ്ട് ഫിസിയോതെറാപ്പിയിൽ. അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ, കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ അതിൽ മാറ്റം വരും. എക്സസൈസ് ചെയ്യുന്നതിന് ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആദ്യം വേദന കുറഞ്ഞ ഭാഗത്തേക്ക് കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യുക. എന്നിട്ട് മെല്ലെ മെല്ലെ വേദന ഉള്ള ഭാഗത്തേക്ക് എക്സസൈസ് നമ്മൾ അങ്ങോട്ടേക്ക് പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വേദന കുറഞ്ഞു വരും. ഓക്കെ ഡോക്ടർ, നമുക്കൊരു ഇടവേള കൂടി എടുക്കേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഡോക്ടർ, ഇത്രയും നേരം വളരെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന്, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയും ചെലവഴിച്ചതിന് വളരെയധികം നന്ദി അറിയിക്കുകയാണ്. ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എന്ന വിഷയത്തിലായിരുന്നു ഇന്ന് നമ്മുടെ ഡോക്ടർ ചർച്ച നടത്തിയത്. ഇനി കൂടുതൽ സംശയങ്ങളുള്ള രോഗികൾക്ക് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റാണ് ഡോക്ടർ നൗഫൽ അലി. അദ്ദേഹത്തെ നേരിട്ട് സമീപിക്കാവുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നു.